റീമൽ ചുഴലിക്കാറ്റ് കരതൊട്ടു. ബംഗാളിലാണ് ചുഴലിക്കാറ്റിൻ്റെ ലാൻഡിംഗ്. റീമലിൻ്റെ വരവിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. (110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത്. ശക്തമായ കാറ്റിൽ സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ മരങ്ങൾ കടപുഴകി വീണു. ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്നും 1,00,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് തീരത്താണ് ചുഴലിക്കാറ്റ് ആദ്യം കരതൊട്ടത്. ബംഗ്ലാദേശിലെ സത്കിര ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ആദ്യം കാറ്റ് വീശിയത്. ബംഗാളിൽ ഞായറാഴ്ച രാവിലെ മുതൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു. സൗത്ത് പർഗാനാസ് ജില്ലയ്ക്ക് പുറമെ ദിഗയിലാണ് കാറ്റും മഴയും ശക്തമായി അനുഭവപ്പെട്ടത്. ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പൂർണ്ണ സജ്ജമാണ്. കരസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവർ ചുഴലിക്കാറ്റിനെ നേരിടാൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ 4 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാളിൽ കനത്ത നാശമാണ് റീമൽ ചുഴലിക്കാറ്റ് വിതച്ചത്. വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിൽ മുങ്ങി. ബംഗ്ലാദേശിൽ 2 പേർ മരിച്ചു. എന്നാൽ ബംഗാളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റീമർ ചുഴലിക്കാറ്റ് റിപ്പോർട്ടിനെ തുടർന്ന് ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതയിലാണ്. ചുഴലിക്കാറ്റിനെ നേരിടാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു. അസം, മേഘാലയ, ത്രിപുര, മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലായിരുന്നു. കൊൽക്കത്തയിലും തെക്കൻ ബംഗാളിലും ചുഴലിക്കാറ്റ് വ്യോമ കര ഗതാഗതം താറുമാറാക്കി. കിഴക്കൻ വടക്കുകിഴക്കൻ റെയിൽവേ നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. 24 മണിക്കൂർ കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാന സർവീസുകൾ നിർത്തിവെച്ചു. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി പോർട്ടിന്റെ പ്രവർത്തനവും തടസ്സപ്പെട്ടു.